Overview of spreadsheet software. A spreadsheet is a type of software used to organize, analyze, and manage data in a grid of rows and columns. It's like a digital notebook where you can store data, perform calculations using formulas, create chart and graph to visualize information. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റ് എങ്ങനെയാണ്, എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ, മാനേജ് ചെയ്യാനൊക്കെ. ഡാറ്റാസിനെ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണുള്ളത്? നമ്പർ ഓഫ് റോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ഒരു ഡിജിറ്റൽ നോട്ട്ബുക്ക് പോലെയാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കുറച്ച് നമ്പർ ഓഫ് റോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്തിട്ട് ഒരു ബോക്സ് ഉണ്ടാവും, അതാണ് സെല്ല് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെന്താ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്? വെർ യു ക്യാൻ സ്റ്റോർ ഡാറ്റ ലൈക്ക് നെയിംസ്, നമ്പേഴ്സ്, ഡേറ്റ്സ്, ഓക്കെ. പെർഫോം കാൽക്കുലേഷൻസ് യൂസിങ് ഫോർമുലാസ്. ഒരുപാട് ടൈപ്പ് ഫോർമുലാസ് ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം. ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം. ക്രിയേറ്റ് ചാർട്ട് ആൻഡ് ഗ്രാഫ് ടു വിഷ്വലൈസ് ഇൻഫർമേഷൻസ്. നമുക്ക് ചാർട്ട്, നമ്മൾ ഡാറ്റാസിനൊക്കെ ചാർട്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാഫ്സിന്റെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ടിലൊക്കെ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്സാമ്പിൾസ് ഓഫ് പോപ്പുലർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ്, ലൈബ്ര ഓഫീസ് കാൽക്ക്, ആപ്പിൾ നമ്പേഴ്സ്. എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ നോക്കാം. എ വൈഡ്ലി യൂസ്ഡ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ വിത്ത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഫോർ കാൽക്കുലേഷൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ചാർട്ടിങ്. നോർമലി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. എന്തിനാണ്? അതിന്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കാൽക്കുലേഷൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ചാർട്ടിങ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗൂഗിൾ ഷീറ്റ്. ഗൂഗിൾ ഷീറ്റും മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പോലെ തന്നെയാണ്, ബട്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. എ ഫ്രീ വെബ് ബേസ്ഡ് സ്പ്രെഡ്ഷീറ്റ് ടൂൾ that allow multiple peoples to work on the same sheet at the same time. ആ ഒരു പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. that allow multiple people to work on the same sheet at the same time. ഈ ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? എനിക്ക് എൻ്റെ സിസ്റ്റത്തിൽ, എൻ്റെ ഒരു മൈക്രോസോഫ്റ്റിൽ എക്സലിൽ എനിക്ക് വർക്ക് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷീറ്റിൽ വർക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഗൂഗിൾ ഷീറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഞാൻ യൂസ് ചെയ്യുന്ന സെയിം ഷീറ്റ് നിങ്ങൾക്കും ആ ഒരു സെയിം ടൈം നിങ്ങൾക്കും യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ യൂസേഴ്സിന് അറ്റ് എ സെയിം ടൈം സെയിം ഷീറ്റ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഗൂഗിൾ ഷീറ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസും അത് തന്നെയാണ്. ദെൻ ലൈബ്ര ഓഫീസ് കാൽക്ക്, അതുപോലെ തന്നെ നമ്മളെ എക്സലിനെ പോലെ തന്നെയാണ്. എ ഫ്രീ ഓപ്പൺ സോഴ്സ് ആൾട്ടർനേറ്റീവ് ടു എക്സൽ. ദെൻ ലാസ്റ്റ് വൺ ആണ് ആപ്പിൾ നമ്പേഴ്സ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഫോർ മാക് യൂസേഴ്സ് വിത്ത് വിഷ്വലി അപ്പീലിംഗ് ടെംപ്ലേറ്റ്സ്. നമ്മൾ മാക് യൂസേഴ്സിൽ മാക് ബുക്കിലൊക്കെ ഉണ്ടായല്ലോ വർക്ക് ചെയ്യുന്ന ഒരു എക്സൽ പോലത്തെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ആപ്പിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് സെല്ല് എന്ന്. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താണ് സെല്ല് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പ്രെഡ്ഷീറ്റ് എന്തായിരുന്നു? നമ്പർ ഓഫ് റോസും ഉണ്ട്, അതുപോലെ തന്നെ കുറെ നമ്പർ ഓഫ് കോളംസും ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് റോസിന്റെയും അതുപോലെ തന്നെ നമ്പർ ഓഫ് കോളത്തിന്റെയും ഇന്റർസെക്ഷൻ ആണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. സെൽ ഈസ് ദ സ്മാളസ്റ്റ് യൂണിറ്റ്. Cell is the smallest unit in the spreadsheet where you can enter data. നമുക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സ്പ്രെഡ്ഷീറ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സെല്ല് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം. ഒരു കോളത്തിൻ്റെയും ഒരു റോൻ്റെയും ഇന്റർസെക്ഷൻ ആണ് നമ്മുടെ സെല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെല്ലിന് നമ്പറിങ് വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സെല്ലിന് നെയിം വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ദ സെൽ അറ്റ് ദ കോളം ബി ആൻഡ് റോ
ടു ഈസ് കോൾഡ് B2. ഇപ്പോൾ ഇതിൽ നമ്മൾ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ABCD അങ്ങനെ പോകുന്ന കോളംസ് ഉണ്ട്. അതുപോലെ തന്നെ 1 2 3 തുടങ്ങിയിട്ട് പോകുന്ന റോസ് ഉണ്ട്. ഈ റോസിന്റെയും അതുപോലെ തന്നെ കോളത്തിന്റെയും ഇന്റർസെക്ഷൻ ആണ് നമ്മുടെ സെല്ല് എന്ന് പറയുന്നത്. അപ്പൊ സെല്ലിന് നമ്പർ വരുന്നത് ഫസ്റ്റ് നമ്മൾ കോളത്തിന്റെ നമ്പർ ആയിരിക്കും കോളത്തിന്റെ നെയിം ആയിട്ടും എടുക്കുന്നുണ്ടാവുക. ഇപ്പൊ ഇതിൽ നമ്മൾ ഏത് കോളത്തിലാണ്? സെക്കൻഡ് കോളത്തിലാണ് ആ ഒരു സെല്ലുള്ളത്. സോ B മാർക്ക് ചെയ്തു. ഇനി ഏത് റോളാണ് ഇത് അലൈൻ ചെയ്തിട്ടുള്ളത്? സെക്കൻഡ് റോളാണ്. സോ ഇതിന്റെ നെയിം എന്ന് പറയുന്നത്, ഈ ഒരു സെല്ലിന്റെ നെയിം എന്ന് പറയുന്നത് B2 ആയിരിക്കും. ഈ B2 തന്നെ നമുക്ക് ടോപ്പിൽ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടോപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു സെല്ലാണ്